ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ഹാങ്ങിങ്സ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന ടൈമിൽ പുറത്തു നിന്നും ഒരുപാട് കാശ് കൊടുത്ത് ഇതുപോലെയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് ഈ ഒരു ഹാങ്ങിങ്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കളർ പേപ്പർ ആവശ്യമാണ്. ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ലീഫിന്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ലീഫ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 കളർ പേപ്പർ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടാണ് ലീഫ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 പേപ്പറും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് വരും. ഇനി നമുക്ക് ക്രാഫ്റ്റ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. ആദ്യം നമുക്ക് ക്രാഫ്റ്റ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിവിടെ കുറച്ച് വലിയ ഫ്ലവർ ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. 10 സെന്റിമീറ്റർ വീതിയും 20 സെന്റിമീറ്റർ നീളവുമുള്ള 6 പേപ്പർ ഞാൻ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ ഫ്ലവർ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും നീളവും വീതിയും എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ഫ്ലവർ മതിയെന്നുണ്ടെങ്കിൽ 6 സെന്റിമീറ്റർ വീതിയും ഒരു 12 സെന്റിമീറ്ററോളം നീളവും മതിയാകും. നമുക്ക് ഏതളവിലാണോ ഫ്ലവർ വേണ്ടത് അതനുസരിച്ച് നീളവും വീതിയും എടുക്കാം. ഇപ്പം നമ്മുടെ പേപ്പർ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രാഫ്റ്റ് വയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ക്രാഫ്റ്റ് വയർ ഉപയോഗിച്ച് പേപ്പറിന്റെ പിൻഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് വയർ എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പേപ്പറിന്റെ ഓരോ ലെയറും ഇതുപോലെ വിടർത്തിയെടുക്കാം. ഇപ്പൊ നമ്മൾ ഒരു വശത്തെ പേപ്പർ നന്നായിട്ട് വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത വശത്തെയും ഓരോ ലെയറായിട്ട് പേപ്പർ വിടർത്തിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഫ്ലവറിന്റെ ആവശ്യമില്ല. ചെറിയ ഫ്ലവർ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ ലീഫ് നേരത്തെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 6 പേപ്പർ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലീഫ് ഒറ്റ ടൈമിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള ഹാങ്ങിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിംഗ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിൽ ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ഈ റിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് ഉപയോഗിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൽ ലീഫ് വരച്ചു കൊടുത്ത പോലെ കാർഡ്ബോർഡിൽ റൗണ്ട് വരച്ചു കൊടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഗ്ലൂ ഉപയോഗിച്ച് ലീഫ് അതിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണിത്. ഇതിനായിട്ട് നമുക്ക് ഈ കളർ പേപ്പറും ക്രാഫ്റ്റ് പേപ്പറും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വയറും പിന്നെ റിംഗ് ഉണ്ടെങ്കിൽ റിംഗ് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് വെട്ടിയെടുത്താലും മതിയാവും. പിന്നെ നമുക്ക് ഗ്ലൂ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ ഫ്ലവർ ഇതിലോട്ട് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്ന ടൈമിൽ എക്സ്ട്രാ കുറച്ച് വയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മാത്രം മതി. ഞാനിവിടെ മൊത്തം 4 റൗണ്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. 2 വലിയ റൗണ്ടും 2 ചെറിയ റൗണ്ടും. വലിയ റൗണ്ടിൽ നമ്മൾ 5 ഫ്ലവർ ആണ് വെച്ച് കൊടുക്കുന്നത്. ചെറുതിൽ 3 ഫ്ലവറും. ഫ്ലവർ എല്ലാം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡിൽ നമുക്ക് ഇതുപോലെ ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റിങ്ങിന്റെ പരിപാടി. ഇനി നമുക്ക് ഇതൊരു ത്രെഡ് ഉപയോഗിച്ച് എവിടെയാണോ ഹാങ് ചെയ്യേണ്ടത് അവിടെ ഹാങ് ചെയ്തിടാം. ഞാനിവിടെ നമ്മുടെ റിങ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചുറ്റിലുമായിട്ട് ഒരു LED സ്ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ ഇത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഹാങ്ങിങ്സ് ഇവിടെ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.